Guys, welcome back to the channel. നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിൽ വട്ടവടയിലുള്ളൊരു ക്യാമ്പ് സ്റ്റേ ആണ് കോക്സ് കാർഗിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. കാരണം ഞാനൊരു ഫോൺ മൗണ്ട് മേടിച്ചിരുന്നു. അപ്പോൾ അത് കുറേ പേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇത്ര നാളായിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇത് ഡെഡിക്കേറ്റ് ആയിട്ട് നമ്മുടെ കോഡ് ലോക്കിൻ്റെ മൗണ്ടിനെ കുറിച്ചുള്ളൊരു ഫുൾ ഡീറ്റെയിൽസാണ്. അതായത് ഇതിൻ്റെ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ട്, പിന്നെ ഇതെങ്ങനെ ഓർഡർ ചെയ്യാം, പിന്നെ ഏകദേശം ഇതിൻ്റെ ഒരു കോസ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സാധനം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ് ലോക്കിൻ്റെ മൗണ്ട് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇത് ജസ്റ്റ് കവർ ചേർത്തിട്ടാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം വരുന്നത്. കാരണം ഇതൊരു ലോക്കാണ്. ട്വിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ലോക്കാവും, തിരിച്ച് ഇത് പുഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഫോൺ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു കമ്പൈൻഡ് സിസ്റ്റമാണ്. അതായത് നമ്മൾ എല്ലാ ഫോണും വയ്ക്കാൻ പറ്റില്ല. നമ്മുടെ ഫോൺ അതിനുള്ള കവർ നമ്മൾ മേടിക്കണം. അപ്പോൾ ഇതാണ് കവർ. ഇതിപ്പോൾ ഗാലക്സിയുടെ കവർ. പിന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഇത് ഫ്രണ്ടിൻ്റെയാണ്, ഹാരിയുടെ കവറാണ് ആ സാധനം. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഫോണിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ മതി, അതവിടെ ഇരുന്നോളും. ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ഓഫ് റോഡ് അടിച്ചാക്കി ഇത് വെച്ചിട്ടാണ്, കുറേ ഉറുമ്പിക്കർ ഓഫ് റോഡ് വെച്ച് അടിച്ചിട്ടാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സാധനം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് വെച്ചെന്നുള്ളൂ. ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് ലോക്ക് ചെയ്ത് തരാം. ഇത് നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും വയ്ക്കാം, പിന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പായിട്ടും വയ്ക്കാം. കണ്ടോ? അപ്പോൾ അതൊരു ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു നല്ലൊരു ലുക്കുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ ഒരു വൈബ്രേഷൻ ഡാമർ എന്ന് പറയുന്നത് എക്സ്ട്രാ മേടിക്കുന്നതാണ്. ഇത് മൗണ്ട് മാത്രമായിട്ട് കിട്ടും. ഈ ഒരു സാധനം വൈബ്രേഷൻ ഡാമറാണ്. പെട്ടെന്ന് നോക്കി അറിയാൻ പറ്റില്ല. കേട്ടോ? അപ്പോൾ എത്ര ട്രെയിൽസിൽ കൂടെ പോയാലും ഇതിൻ്റെ വൈബ്രേഷൻസ്, അത് ഹാൻഡിൽ ബാറിലുള്ള വൈബ്രേഷൻസ് ഒന്നും നമ്മുടെ ഫോണിലേക്ക് വരില്ല. ഫോൺ നല്ല സ്റ്റേബിളായിട്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു വേറെ ഓപ്ഷൻ. പിന്നെ അതിൻ്റെ കൂടാതെ നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വയർലെസ് ചാർജർ വന്നിട്ടുണ്ട്. ഞാനത് ഫിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ വയർലെസ് ചാർജിങ് ഉള്ള ഫോണൊക്കെ ആണെങ്കിൽ ഈ സാധനം ഇതിൻ്റെ മേലെ ഫിക്സ് ചെയ്തിട്ട് ഫോൺ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതിൽ കണക്ഷൻ കൊടുക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് വയർലെസ്ലി ചാർജ് പോകും. അപ്പോൾ എക്സ്ട്രാ ഒരു വള്ളി തൂങ്ങി കിടക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വാട്ടർ പ്രൂഫ് അല്ലാത്ത ഫോണാണെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ തന്നെ ആ ഫോണിൻ്റെ ഒരു കവറും കൂടി വരും, വാട്ടർ പ്രൂഫ് കവറിങ്. അതിൻ്റെ മേലെ കൂടെ ഇടാൻ പറ്റും. അപ്പോൾ ഇത് ടച്ച് സെൻസിറ്റീവ് അല്ല. അപ്പോൾ നമ്മൾ ടച്ച് സെൻസിറ്റീവാണ്. അപ്പോൾ നമുക്കിത് മഴയത്താണെങ്കിലും ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതെല്ലാ ഹാൻഡിൽ ബാറിലും ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ജസ്റ്റ് ഒരു അലൻ കീ ആണ്. ഒരു അലൻ കീ വെച്ചിട്ട് നമുക്കെല്ലാം ഫിക്സ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഈസിയാണ്, ഫിക്സ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്, ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നല്ല ഹൈ ക്വാളിറ്റി സാധനമാണ്, നല്ല യൂസാണ്. നമ്മൾ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ നമ്മൾ ഫോൺ എടുക്കുക വയ്ക്കുക നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ഈസി ആക്സസ് ആണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഞാൻ കണ്ടിട്ടുണ്ടാവും പെട്ടെന്ന് എടുക്കുന്നു. പിന്നെ ഫോൺ വണ്ടി മറിഞ്ഞു വീണാലും ഫോൺ സേഫ് ആയിരിക്കും. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളാണ്. ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസും കാര്യങ്ങളും. അപ്പോൾ ഒരു സെക്കൻഡ് ഞാനൊന്ന് ഇങ്ങനെ ഇച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. അതാണ് മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, കോലം കെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനാണ്. ഇവരുടെ കോഡ് ലോക്ക് ഏഷ്യ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ചാനലല്ല, വെബ്സൈറ്റാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് അടക്കം ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം ഏകദേശം ഇതിൻ്റെ ലോക്കിന് തന്നെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 5000 ഇന്ത്യൻ മണീസ് വരും. നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് ഓർഡർ ചെയ്യുക. അതായത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15-20 ഡേയ്സ്. അത് കസ്റ്റംസ് ക്ലിയറൻസ് വെച്ചിരിക്കും. ചില കസ്റ്റംസൊക്കെ ഇപ്പോൾ ചെന്നൈയിൽ വരാണെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ആവും, ഡൽഹിയിൽ വരാണെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ആവില്ല. അപ്പോൾ അതനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങളത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. ID പ്രൂഫ് കൊടുക്കുമ്പോൾ ഷിപ്പിംഗ് അഡ്രസ്സും ID പ്രൂഫിലുള്ള അഡ്രസ്സും സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ കസ്റ്റംസുകാർ വെറുതെ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ ബൾക്കായിട്ട് ഓർഡർ ചെയ്യാതിരിക്കുക, ഓരോന്നായിട്ട് ഓർഡർ ചെയ്യുക. വലിയ പാക്കേജൊക്കെ ആണെങ്കിൽ കസ്റ്റംസ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. വർത്തായിട്ടുള്ള സംഭവമാണ്. കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ യൂസ്ഫുള്ളാണ്. ഇതല്ലാതെ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റാം മൗണ്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത്. എനിക്ക് പക്ഷേ ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. കാണാനും നല്ല ലുക്കാണ്, ഭയങ്കര മിനിമലിസ്റ്റിക് ലുക്കാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെന്താ, കൂടുതൽ എന്തെങ്കിലും അറിയെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായാലും DM ചെയ്താൽ മതി. നമ്മളിപ്പോൾ വട്ടവട ഫുൾ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ചെറിയ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ലൊക്കേഷൻ കാണിച്ചു തരാം. ഞങ്ങൾ സ്റ്റേ ചെയ്ത ടെൻറ്റും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.